കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്തിൽ ഒരു വാർഡിൽ UDF-ന് 2 സ്ഥാനാർത്ഥികൾ. 2 സ്ഥാനാർത്ഥികളും ചുവരെഴുത്തും വീട് കയറി വോട്ട് തേടലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വോട്ടർമാരാകെ കൺഫ്യൂഷനിലാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥി താൻ തന്നെയാണ് എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. എൻ്റെ പേര് സ്റ്റാൻലി അലക്സ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. UDF സ്ഥാനാർത്ഥി ഞാനാ, അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പോരുവഴി പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് UDF-ന് തലവേദനയായി 2 സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്തത്. കോൺഗ്രസിൽ നിന്ന് സ്റ്റാൻലി അലക്സും JSSൽ നിന്ന് സന്തോഷ് കുമാറുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ വാർഡിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. താനാണ് യഥാർത്ഥ UDF സ്ഥാനാർത്ഥിയെന്ന കോൺഗ്രസ് പ്രവർത്തകൻ സ്റ്റാൻലി അലക്സ്. ഇന്നലെ ഉച്ചയ്ക്കാണ് അറിയുന്നത് ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നത്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചിട്ടില്ല. ആ വ്യക്തി എൻ്റെ സുഹൃത്ത് തന്നെയാണ്. UDF-ന്റെ എന്നുള്ള ബാനറിൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ UDF എന്നുള്ളത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് വെച്ചോ അല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വെച്ചോ മത്സരിക്കുന്നതിന് കുഴപ്പമില്ല. UDF-ൽ അത് തീരുമാനിക്കും. കഴിഞ്ഞ 3 തവണയും മത്സരിച്ച് പരാജയപ്പെട്ട സ്റ്റാൻലിക്ക് ഇനിയും അവസരം നൽകി പരീക്ഷണം നടത്തരുതെന്നാണ് JSSന്റെ സന്തോഷ് കുമാറിന്റെ വാദം. സീറ്റ് UDF JSSന് നൽകിയതാണ്. യഥാർത്ഥ സ്ഥാനാർത്ഥി താനാണെന്നും നേതാക്കളുടെ പരിപൂർണ പിന്തുണയുണ്ടെന്നും സന്തോഷ് കുമാർ പറയുന്നു. JSSന് സാധാരണ തന്നുകൊണ്ടിരിക്കുന്ന സീറ്റാണ് പോരുവഴി പഞ്ചായത്തിന്റെ 4-ാം വാർഡ്. ആ 4-ാം വാർഡ് 15-ാം തീയതി രാത്രി വരെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാണ്. 15-ാം തീയതി രാത്രി ആയപ്പോൾ അവരുടെ ഉന്നത നേതൃത്വം ഇടപെട്ട് അത് JSSന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ഞങ്ങളോട് വന്ന് പറയുകയാണ്. അതിന്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. UDF JSSനോട് അധികാരപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. ഇരുവരും ചുവരെഴുത്തും പോസ്റ്ററുമൊക്കെ പതിച്ച് വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുകയാണ്. ഇതോടെ പെട്ടതാകട്ടെ ഈ വാർഡിലെ UDF പ്രവർത്തകരും. യഥാർത്ഥ സ്ഥാനാർത്ഥി ആരെന്ന് ആർക്കും അറിയാത്ത അവസ്ഥ. നേതൃത്വം ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ, കൊല്ലം.